പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ നിയമിതനായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. ഈ മാസം അവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. ഈ പരമ്പരയ്ക്കുള്ള ടീമുകളെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഗൗതം ഗംഭീറിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണ് ടീം സെലക്ഷൻ നടന്നിട്ടുള്ളത്. എന്നാൽ ടീം പ്രഖ്യാപനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ നടന്നു കഴിഞ്ഞു. ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹവുമായി കൂടിയാലോചിച്ച് ഇന്ത്യൻ സെലക്ടർമാർ എടുത്ത ചില തീരുമാനങ്ങൾക്കെതിരെയാണ് ആരാധകർ രംഗത്ത് വന്നത്. അതിൽ 5 നീക്കങ്ങൾ അബദ്ധമാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്. ഇക്കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകൻ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയായിരുന്നു. ലോകകപ്പോടെ രോഹിത് ശർമ്മ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ ഹർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ സ്ഥിരം നായകനാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കാനാണ് ഗംഭീർ തീരുമാനിച്ചത്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീട ജേതാക്കളാക്കിയ ചരിത്രമുള്ള ഹർദിക്കിനെ മറികടന്ന് ക്യാപ്റ്റൻസിയിൽ അത്ര പരിചയമില്ലാത്ത സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനം ഏൽപ്പിക്കാനുള്ള ഗംഭീറിന്റെ നീക്കം ഒരു ചൂതാട്ടമാണെന്നാണ് ഒരുപറ്റം ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ നീക്കം അബദ്ധമാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. സഞ്ജു സാംസനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഇന്ത്യൻ ടീമിന്റെ തീരുമാനവും ആരാധകർ ചോദ്യം ചെയ്യുകയാണ്. അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയിരുന്ന സഞ്ജുവിനെ തഴഞ്ഞത് ഇന്ത്യൻ സെലക്ടർമാരും ഗംഭീറും കാണിച്ച മണ്ടത്തരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനൊപ്പം റിയാൻ പരാഗിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയ നീക്കവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സിംബാബ്വേക്കെതിരായ T20 പരമ്പരയിൽ ടീമിലുണ്ടായിരുന്ന പരാഗിന് തിളങ്ങാനായിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന T20 ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച യുവ ബാറ്റർമാരിൽ ഒരാളായ ശുഭ്മാൻ ഗില്ലിനെ ഏകദിന T20 ടീമുകളുടെ പുതിയ ഉപനായകനായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ T20 ടീമിന്റെ ഉപനായകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സെലക്ടർമാരുടെയും ഗംഭീറിന്റെയും തീരുമാനം ഇന്ത്യൻ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട്. നിലവിൽ T20-ൽ ഗില്ലിനേക്കാൾ മികച്ച ഓപ്പണർമാർ ഇന്ത്യക്കുണ്ട്. എന്നാൽ ഗില്ലിനെ ഉപനായകനാക്കിയതോടെ അദ്ദേഹം പ്ലേയിങ് 11-ലെ സ്ഥിരാംഗമായി മാറുകയും ഇതോടെ അർഹതപ്പെട്ട അവസരങ്ങൾ മറ്റു താരങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. T20-ൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ നീക്കം അതുകൊണ്ട് തന്നെ അബദ്ധമാണെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുകയാണ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ അടുത്ത സെൻസേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് അഭിഷേക് ശർമ്മ. ഇത്തവണത്തെ IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കിടിലൻ പ്രകടനം കാഴ്ചവെച്ച അഭിഷേകിനെ ഈ മാസം നടന്ന സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിലേക്ക് അദ്ദേഹത്തെ സെലക്ടർമാർ പരിഗണിച്ചിട്ടില്ല. ഇതും അബദ്ധ തീരുമാനങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ ഇന്ത്യ കിരീടം ചൂടിയ ഈ വർഷത്തെ T20 ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഇടംകയ്യൻ സ്പിന്നറായ കുൽദീപ് യാദവ്. എന്നാൽ പ്രത്യേകിച്ച് കാരണം ഒന്നും കൂടാതെ അദ്ദേഹത്തെ T20 ടീമിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപനത്തിൽ ഇന്ത്യ കാണിച്ച അബദ്ധങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായം.